അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബേബി ഡീറ്റെയിലിംഗ് ഫ്രെയിം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് റെസിനോണ്ട് ബേബി ഡീറ്റെയിലിംഗ് ഫ്രെയിം ഉണ്ടാക്കുന്നത്. അതിന് മുമ്പ് ഞാൻ പല ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ ആയി ഞാൻ എന്താ പറയുക ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എന്താ പറയുക, ഏതായാലും നമുക്ക് ഫ്രെയിം ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് റെസിനും അതുപോലെ തന്നെ റെസിൻ്റെ ഹാർഡറും. അതൊരു ചെറിയൊരു ബോക്സ് ആയിട്ട് വരും. എത്ര ഗ്രാമിൻ്റെന്ന് വെച്ചാൽ പിന്നെ 100 ഗ്രാമിൻ്റെ റെസിനും 50 ഗ്രാമിൻ്റെ ഇതുമാണ് ഹാർഡറുമാണ്. ഇതിന് ഏകദേശം 350 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ആ റെസിനല്ല ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനത് ഓൾറെഡി ഉപയോഗിച്ച 2 ബോട്ടിലുണ്ടായിരുന്നു, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഗോൾഡ് ഷീറ്റ്, പിന്നെ ഒരു പിങ്ക് കളറ്. ബേബി ഗേളായതുകൊണ്ട് തന്നെ പിങ്ക് ഒരു ഷെയ്ഡിലാണ് ഫ്രെയിം ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിങ്ക് കുറച്ച് മുത്തെടുത്തേക്കണ്, സ്റ്റോൺ എടുത്തേക്കണ്. പിന്നെ ഒരു സ്പൂണും നമുക്ക് അളവിനുള്ള മെഷറിംഗ് കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ നമുക്ക് റെസിന് ഇട്ട് കഴിക്കാനൊക്കെ ഉള്ള സംഭവമാണ്. ചെറിയ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതിനായിട്ടുള്ള ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ടാകും. പിന്നെ മെയിനായിട്ടുള്ളത് മോൾഡ്. ഇത് A4 സൈസിലുള്ള ഒരു മോൾഡാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഓൾറെഡി മുന്നേ വാങ്ങി വെച്ചതാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള റേറ്റ് എനിക്ക് എത്ര കറക്റ്റ് അറിയില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഫ്രെയിം ഉണ്ടാക്കി വെക്കാം. ലെറ്റ് us സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ മോൾഡൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. ഞാൻ കുറേ ആയി ഇത് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിൽ നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു സെല്ലോ ടാപ്പിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഇടയിലുള്ള മണ്ണൊക്കെ അതിന്മേൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോരും. ഏകദേശം 3 പീസോളം ഞാൻ സെല്ലോ ടാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ്ട് നമ്മൾ റെസിനാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ആദ്യത്തെ റെസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം എടുക്കുന്നത്. അപ്പോൾ അതിന് 2 കപ്പ്, അതായത് നമ്മൾ ഈ ഒരു അളവിൻ്റെ ഇതുണ്ടല്ലോ, ഇതൊക്കെ എൻ്റെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന പാത്രം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ റെസിൻക്ക് ആക്കിയതാണ്. ഇപ്പോൾ കേക്കൊന്നും ആരും വീട്ടിൽ ഉണ്ടാക്കലില്ല. അപ്പോൾ എന്താ പറയുക, അതിന് 2 കപ്പ് റെസിനും. അപ്പോൾ ഫസ്റ്റത്തിൽ തികയാതായപ്പോൾ പിന്നെ ഞാൻ പുതിയതും ഒന്ന് പൊട്ടിച്ച് കൊണ്ടാണ് എടുത്തത്. അപ്പോൾ അതിന് 2 കപ്പും പിന്നെ ഹാർട്ടർ. അപ്പോൾ അതായത് നമ്മൾ റെസിൻ്റെ കൂടെ വരുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് എൻ്റെ അടുത്ത് പഴയതുള്ളത് തന്നെ തികയിരുന്നിട്ടാ. അപ്പോൾ ആ രണ്ടും കൂടി മിക്സ് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഇളം ഒരു യെല്ലോഷ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, അതിന് പഴയത് ആയതുകൊണ്ടാണോ അറിയില്ല, ഒരു പേരുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫ്രെയിമിലൊക്കെ ആ ഒരു കളറ് വരുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ മോൾഡ് നമ്മൾ തറയിൽ വെക്കണേക്കാട്ടിയും നല്ലത് ഒരു പേപ്പറിൽ വെക്കണതാണ് കേട്ടോ. കാരണം നമുക്ക് ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനോ നീക്കാനോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ പേപ്പർ വെച്ച് നമുക്ക് വേഗം നീക്കാം. മറ്റേ മോൾഡാകുമ്പോൾ നമുക്ക് നീക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രെയിമിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു പിങ്ക് ഷെയ്ഡിലാട്ടോ ഞാൻ ഫ്രെയിം ഉണ്ടാക്കാമെന്ന് വിചാരിക്കണത്. അപ്പോൾ ഞാൻ ഒരു വൈറ്റ് പിഗ്മെൻറ്റും അതുപോലെ ഒരു ലൈറ്റ് പിങ്ക് പിഗ്മെൻറ്റുമാണ്, കളർ പിഗ്മെൻറ്റുമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ ആ റെസിന് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ഒഴിച്ച് വെച്ച റെസിന് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കാരണം ഞാൻ 2 ഗ്ലാസ്സിലാക്കി. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഫസ്റ്റ് തട്ടിൽ നമുക്ക് വല്ലാണ്ട് വേണ്ട, നമുക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ മാത്രം മതി. അപ്പോൾ 2 ഗ്ലാസ്സിലാക്കി കണ്ട് ഒന്നിക്ക് വൈറ്റും അതുപോലെ തന്നെ മറ്റേതിക്ക് പിങ്കും ആണ് ചേർത്ത് കൊടുക്കുന്നത്. എങ്ങനെ ആവുമെന്നൊന്നും എനിക്ക് അറിയില്ലേനു, പക്ഷേ ഒരു മനസ്സിലുണ്ടാവുമല്ലോ നമുക്കിങ്ങനെ ഒരു വൈറ്റ് പിങ്ക് മതിയെന്ന്. ആ ഒഴിക്കണ ഫോട്ടോ ഞാൻ അപ്പോൾ ഇത് ക്യാമറ ഓണാക്കാൻ മറന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും എങ്ങനെയാണെന്ന് ഒഴിച്ചതെന്ന് വെച്ചാൽ ഒരു ഭാഗം വൈറ്റും ഒരു ഭാഗം പിങ്കും ആയിരുന്നു ഞാൻ ഒഴിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു രസം കിട്ടാതെ അപ്പോൾ ഞാൻ ഒരു ചെറിയ കൊള്ളിക്കമ്പ് എടുത്തുകൊണ്ട് പിന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ റെസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തായാലും നമ്മൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇടണം കേട്ടോ. ഞാൻ ആ ടൈമിൽ എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ലായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു ഐഡിയ ആയതുകൊണ്ട് തന്നെ റെസിന് മാത്രം വാങ്ങിക്കാണ്ടായിരുന്നു.
ഞാൻ പോകുന്നത്. അതേപോലെ തന്നെ ആ വീഡിയോ ചെയ്യുമ്പോൾ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഇതാക്കിയാണ് വോയിസ് പിന്നെ കൊടുത്തതാണ്, വേറെ വോയിസ് കൊടുത്തതാണ്. അതെന്തൊക്കെയാണ് പൊട്ടത്തിരക്ക് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്താ പറയുക, ലാസ്റ്റ് കുറച്ചും കൂടി വൈറ്റ് ഉള്ളത് ഞാൻ മിഡിൽ ഭാഗത്ത് വൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊക്കെ ഒരു രസം തോന്നില്ല, ഈ ചന്ദ്രനൊക്കെ ഉദിച്ച പോലൊരു ഫീലിംഗ് ആയിക്കാരം. അപ്പോൾ അതും ഞാൻ അതേപോലെ തന്നെ മിക്സ് ആക്കിയിരുന്നു. പക്ഷെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ. അത് വേറൊരു കളറാണ്, ഈ വീഡിയോയിൽ വേറൊരു കളറ്. അപ്പം നേരിട്ട് കണ്ടപ്പോൾ നല്ല നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഞാൻ വെച്ച ടേബിള് എന്താ പറയുക, ഒരു ഭാഗം താന്നിക്കൊണ്ടേനു. അപ്പോൾ ഈ ഒരു ഒഴിച്ച റെസിനൊക്കെ ഒരു ഭാഗത്തേക്ക് മാത്രം കൂടി വരിക. അതൊന്നും പിന്നെ കുഴപ്പമായിട്ടില്ല കേട്ടോ. അത് പിന്നെ നമ്മൾ പിങ്കും വൈറ്റും എങ്ങനെ മിക്സ് ചെയ്താലും ഇതുപോലെ തന്നെ ഒരു ഷെയ്ഡായിട്ട് തന്നെ കാരം കിട്ടൽ. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാനുള്ള കളറ് വേറൊരു കളറായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ വെക്കാനുള്ളത് നമുക്ക് ഡ്രൈ ഫ്ലവേഴ്സാണ്. അതായത് അതും ഞാൻ ഒരു പിങ്ക് ഒരു റെഡൊക്കെ ആയിട്ട് ഉള്ളൊരു കളറുള്ള ഡ്രൈ ഫ്ലവേഴ്സാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് 4 സൈഡിലും ഇതുപോലെ കൊമ്പ് മുറിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു 2 സൈഡിലും മതി, ഓവറാകുമ്പോൾ പിന്നെ വല്ലാണ്ട് രസം ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ ഈ പ്ലെയിനായി കിടക്കണ അത്ര രസം വേറെ ഏതെങ്കിലും കിട്ടൂലല്ലോ അല്ലേ. പിന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ പരിപാടിൻ്റെ നേരെ തലേന്നാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നുണ്ടായ പരിപാടി ആയതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ടായിരുന്നു. പക്ഷെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേന് എന്താ പറയുക, ഒരു ഭാഗം കണ്ടില്ല, ഒരു കളർലെസ് ആയിക്കാണ്ട് ഇങ്ങനെ വന്നീനു. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇത് രാത്രികത്തെ കോലമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് പിങ്ക് ഇങ്ങനെ പിങ്ക് കളർ ഒലിച്ച് വരുന്ന പോലെ ഒരു ഷെയ്ഡ് കേട്ടോ വന്നത്. അപ്പോൾ രാത്രികത്ത് ഇങ്ങനത്തെയാണ് അവസ്ഥ. ഇത് ഏകദേശം ഉണങ്ങിയൊക്കെ വന്നിക്കണം കേട്ടോ. ഏകദേശം നമുക്ക് തൊടുമ്പോൾ ഇങ്ങനെ ഒരു ഹാർഡായ പോലെ തന്നെയാണ്. അപ്പം നമുക്ക് ഏതായാലും രാവിലത്തെ കൂടി വന്നിട്ട് നോക്കാം. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ക്ലാസ്സിന് പോകാൻ നിൽക്കണം, അതാണ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ മാറ്റി നിൽക്കണത്. അപ്പോൾ പുറത്ത് നല്ലോണം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ശബ്ദത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു നേരിയ എന്തെങ്കിലുമൊക്കെ തോന്നുമായിക്കാരും. അപ്പോൾ നമുക്ക് ഏതായാലും ഫ്രണ്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേന് ഇത് വേറൊരു കോലമായിക്കണം കേട്ടോ. പക്ഷെ നല്ല ഉറച്ചൊക്കെ വന്നിട്ടുണ്ട്. രാത്രി ഇന്നലെ നോക്കിയപ്പോൾ ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ അല്ലേനു. അപ്പോൾ ഇത് ഒഴുകി വരുന്ന പോലെ തന്നെയാണ്, എന്നാലും ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടേനു. അപ്പോൾ ഇവിടെ കുറച്ച് റെസിന് പോയും ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ബേബിൻ്റെ നെയിം താലിയ നവാൽ എന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ആയിട്ടാണ് എനിക്കത് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ താലിയ നവാൽ എന്നാണ്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഫ്രെയിമിൽ ഒട്ടിച്ചു കൊടുക്കാം. ജസ്റ്റ് എന്താ പറയുക, റെസിന് വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് മെയിൻ കോട്ട്, ലാസ്റ്റ് കോട്ട് നമുക്ക് റെസിന് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾ പ്രഗ്നൻസി കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ പെട്രോൾ കോഡ് ഉണ്ട്. പിന്നെ നമ്മൾക്ക് ഡെലിവറി കഴിഞ്ഞാലുണ്ടാവില്ല ഒരു വാച്ചൊക്കെ കിട്ടുന്നത്, ആ സംഭവം ഉണ്ട്. പിന്നെ ഇപ്പം എന്താ ഇതിൽ വെച്ചെടുക്കാൻ 2-3-4 ഫോട്ടോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട് ക്യാമറ ആയിരുന്നു നല്ലത്. ഇപ്പോൾ തോന്നുന്നു ബാക്ക് ക്യാമറ തന്നെ കേട്ടോ നല്ലത്. കാരണം ഒന്നും കൂടി ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബേബിൻ്റെ നെയിം വരുന്നത് താലിയ നവാലാണ്. അപ്പോൾ പേരൻസ് എന്ന് വെച്ചാൽ എൻ്റെ ആങ്ങളെയും നാത്തനും, അത് പിന്നെ മുസ്തഫ, ഫാരിസ, അതൊക്കെ പിന്നെ ഇതൊക്കെ തന്നെ നോർമലായി കണ്ടു. അപ്പോൾ ഇതിൽ വായിച്ചാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഇതൊക്കെ ഓരോന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് എന്താ പറയുക, നമുക്ക് എവിടെയാണോ വെക്കേണ്ടത്, കാരണം എവിടെ നമുക്ക് കറക്റ്റ് സ്പേസ് നോക്കണമല്ലോ. മറ്റേത് ആ ഒരു പശ വെച്ചിട്ട് ഒട്ടിച്ചാൽ പിന്നെ ഇങ്ങനെ ഓരോന്ന് കൊളാകും. അപ്പോൾ പിന്നെ ആ ഒരു സൈഡിലായിക്കാണ്ട്, അതായത് ആങ്ങളുടെ ഫസ്റ്റത്തെ മോളും പിന്നെ താഴെ പേരൻസും, അതുപോലെ ഈ സൈഡിൽ ബേബിൻ്റെ 2 ഫോട്ടോസും ആണ് കൊടുക്കുന്നത്. അപ്പോൾ താഴെ പിന്നെ നമ്മൾ പൊക്കിൾ കൊടി, അതുപോലെ വാച്ചും പിന്നെ പ്രഗ്നൻസി കാർഡൊക്കെ ആണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ രീതിയിൽ ഒരു സർപ്രൈസാണ്. അതായത് നാത്തൂർക്ക് അറിയാം ഫ്രെയിമാണ്, കാരണം ഈ സംഭവങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തുനിന്ന് എന്തായാലും ചോദിക്കുമല്ലോ. അപ്പം പക്ഷെ ആങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയതാണെന്നൊന്നും, ഞാൻ ഉണ്ടാക്കുന്നുണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ സർപ്രൈസ് വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ കണ്ട് ഞാൻ ഇടണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ എന്താ പറയുക, കുറച്ച് റെസിൻ ഉപയോഗിച്ച് കണ്ട് എല്ലാതും ഒന്ന് ഒട്ടിച്ചു കൊടുത്ത്, കുറച്ച് ചെറിയൊരു
2 സ്പൂണ് റെസിനും 1 സ്പൂൺ ഹാർഡറും ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിക്കണേ. പിന്നെ എന്താ പറയുക, ഇതുപോലെ ഒരു ഗോൾഡ് ഷീറ്റ് ഉണ്ടല്ലോ, അത് ഇതുപോലെ 4 സൈഡിലും ഇതുപോലെ കുറച്ച് ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഏകദേശം അത് ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൈമലൊക്കെ റെസിൻ ആവണുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, ഗ്ലൗസും മാസ്കൊക്കെ ഉപയോഗിക്കുക. പിന്നെ ഞാനിതുപോലെ തന്നെ ലാസ്റ്റ് കോട്ടും കൂടി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം സെറ്റാകും. അപ്പോൾ സാധാ ക്ലിയർ റെസിൻ, അതായത് എൻ്റെ കയ്യിലുള്ളതൊക്കെ കഴിഞ്ഞിരുന്നു, ഇത് ഞാൻ പുതിയത് പിന്നെ വാങ്ങിയതാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അത് നല്ലോണം സെറ്റായിട്ടുണ്ടേനു. പിന്നെ പുതിയ റെസിൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇപ്പം അതൊന്നും ഓർമ്മയില്ല കേട്ടോ. അതിപ്പോൾ കുറച്ച് ദിവസമായല്ലോ. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞാണ്ട് പിന്നെ നമ്മളൊരു പിങ്കിൽ കളറുള്ള മുത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ 2 ഭാഗത്ത്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആ ഫ്ലവർമെന്ന് ഇങ്ങനെ കൊഴിഞ്ഞാടുന്ന മുത്ത് പോലെ തോന്നിക്കും വിചാരിച്ചു കൊണ്ടാണ്. പക്ഷെ രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മുത്തും കൂടി കൊടുത്തപ്പോൾ. ആ ഒരു പിങ്ക് ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും കൂടിയുള്ള മുത്തായിരുന്നു. അപ്പോൾ ഫ്രെയിമിൻ്റെ അവസാന ഘട്ടം ഇതാണ്. അപ്പോൾ ഫ്രെയിമിൻ്റെ ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോസും കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഫ്രെയിം കൊടുക്കുന്ന രീതിയല്ല, ഇതിലിപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതും കൂടി കാണുക. നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ എന്ത് ഇതുണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.